നമ്മളെ ഇപ്പോഴത്തെ വെച്ച് രണ്ടുപേരും കൂടെ പേര് ലൈലടിച്ച രണ്ട് ടീമുണ്ടല്ലോ, അവരുടെ പേര് മറന്നുപോയി. അഭിഷേകും നന്ദനയും തമ്മിൽ എന്ത് ഞാൻ മറ്റേ വോയിസ് എടുത്ത് പുറത്തിടും. വധഭീഷണിയോ? മഞ്ച് ഇറക്കാൻ വേണ്ടി വന്നാ, പണിയൊന്നുമില്ല. അയില മത്തി ഇതൊക്കെ പിടിക്കേണ്ടി വരും. രാത്രി തന്നെ ഇവിടെ പിടിച്ച് കയറ്റി കര വെച്ചിട്ടുണ്ടെല്ലാം കഴിഞ്ഞ് റിസോർട്ടിൽ വന്ന പാർട്ടിയൊക്കെ അങ്ങനെയൊക്കെ വായിക്കാൻ പോകും. ഞങ്ങൾ 2 മണിക്കോട്ട് രാവിലെ 6 മണിയാകുമ്പോൾ ഇപ്പൊ പോണവര് ഒരു 9-10 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടെ കരക്ക്. ഇപ്പൊ പോകാൻ വേണ്ടി വന്നതാണ്, ക്യാൻസലാക്കി. രാവിലെ അതിപ്പോ ടൈം കഴിഞ്ഞു അല്ലേ? അതിലൊക്കെ മേടിച്ചിട്ട് മല കെട്ടി എറിഞ്ഞാൽ ചളി പറയുന്നത് അഭിഷേക് ശ്രീകുമാർ. അഭിഷേക് ചേട്ടന്റെ കല്യാണമായിട്ട് എല്ലാരും വരണം. എന്റെ ജീവിതം വെച്ചാ കണ്ടന്റ്. ഞാൻ കുറച്ച് എരിയും പുളിയൊക്കെ കൊടുത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇടന്നിട്ട് അത് മറക്കരുത്. ഞാൻ അങ്ങനെ ഇട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. ഇവള് പറഞ്ഞൊന്നും വിശ്വസിക്കല്ലേ? എല്ലാം പിന്നെ നമ്മളെ ഇപ്പോഴത്തെ വെച്ച് രണ്ടുപേരും കൂടെ പേര് ലൈലടിച്ച രണ്ട് ടീമുണ്ടല്ലോ, അവരുടെ പേര് മറന്നുപോയി. ജാസ്മിൻ ജാസ്മിൻ ചേച്ചി വന്നിട്ടുണ്ട്. അങ്ങള് ബിഗ് ബോസ് ഫാനാട്ടാ. ആരും പ്രണയിക്കാൻ പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അല്ലേ? പ്രണയിച്ചൂടെ? പ്രണയിക്കാൻ പാടില്ല. അതാണ് ഏറ്റവും വലിയ വിറ്റായിട്ട് വന്ന. പിന്നെ രാജ എല്ലാരും പ്രണയിച്ചു, പക്ഷെ രാജാരും പ്രണയിക്കായില്ലേ? പ്രായമൊക്കെ ആയില്ലേ, 10-62 വയസ്സായപ്പോ ഈ ചേട്ടന് വേണമെങ്കിൽ നമുക്ക് പെൺവേഷം കെട്ടിച്ചിട്ട് വിടാം. ഇവള് സിംഗിളാ. ഇവള് ഇപ്പൊ കല്യാണം പുലിക്കളി ഇവള് കളിക്കും. ഓക്കെ, പോരുന്നു എന്റെ കൂടെ. അപ്പൊ നാളെ വള്ളം ഇറക്കാൻ ഒരാൾ നേരെ തൃശ്ശൂര് പോയി അന്വേഷിച്ചത്. അയ്യോ, സായി വന്നു. സായി നിങ്ങൾ ചോദിച്ച സായി വന്നു. വീഡിയോ പൊക്കി പിടിച്ചോ. ഇതാണ് സായി. നാളത്തെ തമ്മിൽ ഹായ്. നാളത്തെ തമ്മിൽ എന്താ പറയുക? ഇതിന്റെ തമ്മിലാണ് അഭിഷേകും നന്ദനയും തമ്മിൽ എന്ത് പ്രണയത്തിലാണോ? അഭിഷേകും നന്ദനയും തമ്മിൽ എന്ത് ഞാൻ മറ്റേ വോയിസ് എടുത്ത് പുറത്തിടും. വധഭീഷണിയോ? ബൺ ഏജന്റ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ബൺ ഏജന്റ് അങ്ങോട്ട് നമ്മളങ്ങോട്ട്. അത് അയ്യപ്പൻ മൂവി. ഇത് മാർക്കോ ബൺ ഏജന്റ്. നന്ദൂസ് ഡെയിലി ബീറ്റ്സ് ഒക്കെ എവിടെ നോക്കല്ലേരും. ബൺ ഏജന്റ്. ബിഗ് ബോസിൽ പ്രണയിച്ച ജോഡി വന്നോ ചോദിച്ചു ചേട്ടൻ. ഫുള്ള് കണ്ടിട്ടുണ്ട്. പരിപാടിക്കകത്ത് പ്രണയമില്ല അല്ലേ? സമയം കിട്ടിയില്ല. ഞാൻ പ്രണയിക്കാൻ വേണ്ടി നോക്കുമ്പോ ഞാൻ കല്യാണം കഴിഞ്ഞാണല്ലോ. ഞാൻ കൊറേ ദിവസം അതിനകത്ത് ഇങ്ങനെ നടന്നു. പ്രണയിച്ച് കഴിഞ്ഞാൽ പണി പാടും. ഓൾറെഡി ഒരു പ്രണയം എന്നുള്ള രീതിയിൽ ഒരു സാധനം ഇവര് പുറത്ത് വിടുന്നുണ്ട്. ഭാര്യ കാത്തുന്നു. അന്നപ്പോ പിന്നെ ഫ്രഞ്ചൈസ് എനിക്ക് ആളെ കിട്ടിയില്ല. ഇവൻ ട്രൈ ചെയ്തു. ഇവൻ നല്ല ട്രൈ ചെയ്യുന്നോടെ. എല്ലാരും ട്രൈ ചെയ്തിട്ടുണ്ട്. ആകെ ഒരാളെ നടന്നുള്ളൂ അവിടെ ഫ്രീ ആയിട്ട്. അഭിനന്ദനം പിടിച്ചോണ്ടിരിക്കാൻ ലാലേട്ടൻ ട്രൈ ചെയ്താ ഉണ്ടല്ലേ? വില്ലിന്റെ വില്ലന്മാരാണല്ലേ? ഇവര് മെയിൻ പ്രണയം വിൽക്കുന്നവരാണ്. ഇവനാണ് പ്രണയം വിൽക്കുന്നത്. ചേട്ടൻ ഇപ്പൊ പ്രണയ കഥ പറഞ്ഞ് വൈറലാ. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ കൊറേ പ്രണയം ഉണ്ടായിട്ടുണ്ടോ? പ്രണയിച്ചിട്ടൊന്നും കല്യാണം ചെയ്തതല്ല. ചേട്ടനിപ്പോ പ്രണയിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പൊ ഇനി പ്രണയിച്ചിട്ട് എന്തിനായി? ആളെ കിട്ടിയ പ്രണയിക്കൂ. ഇപ്പൊ നമ്മളെ വലിയ നമ്മളെ മക്ക നിൽക്കണം. അപ്പൊ അവിടെ നമ്മൾ പ്രണയിക്കാൻ കല്യാണം കഴിയുന്ന കൊച്ചുങ്ങളുണ്ടാവോ?
അതിന്റെ കല്യാണം ഇപ്പൊ ഈ നമ്മള് തന്ത വൈബാണ് ഇപ്പൊ ട്രെൻഡ്. കല്യാണം കഴിഞ്ഞ നമ്മളൊക്കെയാണ് ഇപ്പൊ കല്യാണം കഴിയാത്തവരൊന്നും മാറാ കൂടി കാര്യം കല്യാണം ചെയ്തവരാണിപ്പോ കൂടുതലും ഇതിലായിട്ടുള്ള ജീവിതത്തെ. ഈ കടലിൽ ഷിപ്പില്ല, അതേപോലെ കുറെ ഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ്, സിറ്റുവേഷൻഷിപ്പ്, നാനോ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കുറെ ഈ സംഭവം. ഇത് ഭയങ്കര സെറ്റപ്പ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലേ. അതൊക്കെ കുറെ അറിയോ ഇതൊക്കെ? ഇതെല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ നമ്മൾ വിലക്ക് പഠിക്കുക, വണ്ടിയെ പഠിക്കുക, മീൻ പിടിക്കുക, ഇല്ലേ തിരിച്ചു പോകുക. ഒരു കാര്യം പറയട്ടെ, അല്ലാതെ കായം പിടിച്ച കയ്യാ മാറും ഈ ചോദ്യം. നല്ല പാറ അങ്ങള് വയറിലാണ് ആരെങ്കിലും കാണുന്നില്ലേ? ആരെങ്കിലും ഒക്കെ കാണേ ഉള്ളത്. പഞ്ചില പണിക്ക് പോണം ശരിക്കും. അയാളേ പഞ്ചില പണിക്ക് പോണ മുതലാളിയാണോ? പിന്നെ നിങ്ങളുടെ പരിപാടിയെല്ലാം ഞങ്ങൾ മത്സരത്തിന് വേണ്ടി ചെയ്യണ പാർട്ടിയായിരുന്നില്ല ഈ ഇരിക്കുന്നത്.